നാല് കാര്യങ്ങൾ സമ്മേളിച്ചതാണ് തൗബ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ചെയ്ത ദോഷങ്ങളുടെ പേരിൽ നമ്മൾ ഖേദിക്കുക. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ ഖേദിക്കുക എന്നുള്ളതാണ്. യഥാമത്ത് അവിടുന്ന് ഖേദം വേണം നമുക്ക്. പക്ഷേ ഇനി ഉണ്ടാവില്ല, സംഭവിച്ചു പോയതാണ് എന്നുള്ള ഒരു ഖേദം നമുക്കുണ്ടാവണം. രണ്ടാമത്തത് ദോഷങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. നമ്മളിപ്പോൾ എന്ത് തെറ്റുകളാണോ ചെയ്തിരുന്നത്, ചില ആൾക്കാർ കളവ് പറയുന്നതാവും, ചില ആൾക്കാർ മോഷണമാവും, ഈബത്താവും, നമീമത്താവും, അങ്ങനെ എന്തൊക്കെ തിന്മകളുണ്ടോ നമ്മൾ ചെയ്തു പോന്നിരുന്ന ആ തിന്മകൾ നമ്മൾ വിട്ടു നിൽക്കുക എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തതായിട്ട് ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല, ഇനി ആ തെറ്റിലേക്ക് ഞാൻ തിരിച്ചു പോകൂല എന്ന് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ദൃഢനിശ്ചയം ഒരു ഉറപ്പിച്ചു കാണ്ട് നമ്മളാണ് തൗബ ചെയ്യേണ്ടത്. നാലാമത്തത് മനുഷ്യരുടെ ഹക്കിൽ നിന്ന് ഒഴിവാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മനുഷ്യന്